പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന് ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. അതായത് ഒരിക്കലും, അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര് സജന ഇവള് പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആൾ ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോകണേ, അവൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയുന്നത്, റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് എനിക്ക് അയക്കേണ്ടത്, നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾ കഴിച്ച പോലത്തെ മെസ്സേജ് സജനക്ക് വായിച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക, ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന സജന വീഴാൻ വേണ്ടിയിട്ട് ഏതൊരാണോ വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കൊക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ, അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ ആണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. കാന്താണ് വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച്, ശരി ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ്, ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന് ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവരുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയത് സജന. സ്റ്റേജിൽ കയറ്റി സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന് നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ല പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിൽ വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്, ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതല്ല. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തിരിക്കും സാധ്യത ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോണ്ട സമയം കഴിഞ്ഞു. വേറൊരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരോട്ട് തല്ലി പിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയത് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്നും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എന്റെ പൊന്നിക്ക, എന്റെ ജീവിതത്തിൽ എന്റെ ഇക്കല്ലാണ്ട് എനിക്ക് ആരും വിളിക്കാം. എനിക്ക്
ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണല്ലോ സജന ഫിറോസ് വിഷയങ്ങൾ. ഇപ്പോൾ പുറത്തു വന്ന പുതിയ വോയിസ് ക്ലിപ്പുകളും ആരോപണങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടൽ തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം സജനയുടെ ഒരു വീഡിയോ, ഒരു 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. യൂട്യൂബിലും നമ്മുടെ ചാനലിലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കാരണം അതിൽ സജന ഫിറോസിനെതിരെയായിട്ടുള്ള തെളിവുകളാണ് നിരത്തിയിരിക്കുന്നത്. പക്ഷേ ആ തെളിവുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സജനയുടെ ഇന്റർവ്യൂ കണ്ടാൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നമുക്ക് സജന പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അമ്മാതിരി അങ്ങനെയുള്ള ഒരു ടോക്കാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, സജനയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാകും സജന എത്രത്തോളം സത്യമാണ് പറയുന്നത് എന്നുള്ളത്. എന്തായാലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നത് ഈ സജന വീഡിയോ ഇട്ടതിന് പിന്നാലെ തന്നെ നമ്മുടെ ഫിറോസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സജനയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിയാസനയ്ക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയൊരു ബോംബ് തന്നെയാണ് പൊട്ടിച്ചത്. ആ ബോംബ് എന്തായാലും വലിയ പൊട്ടിത്തെറിയായിട്ട് തന്നെ ദിയാസനയ്ക്ക് കൊണ്ടു. ദിയാസന ഇപ്പൊ സജനയ്ക്കെതിരെയായിട്ട് എന്താണ് പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് കൊണ്ടിട്ടുണ്ട്. സജനയും പിന്നാലെ തന്നെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാം കൂടെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഫിറോസിന്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടു നോക്കാം. നമസ്കാരം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടാൽ ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്. അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്നും കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഒരു ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, ഞങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഇവിടെ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് അത് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ അടുത്ത് കാലുപിടിക്കുന്നു. ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെയെങ്കിലും നീ ആ 17 വയസ്സോടെയെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി ചെയ്യും. ഒരാൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യമാണ് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, ഇവിടത്തേക്ക് ഒക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജന ഒരു 10 വർഷം ഒരു മനുഷ്യനായിട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന്, നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ആളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഇത് റസൂലിൻ്റെ കളി തന്നെയാണ്. ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്തു വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സജന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അതിനൊക്കെ നിൻ്റെ കൂട്ടുകാരികളെ കുറിച്ച്. ആ ദിയാസന പുറത്തു വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്തു വന്ന് പറയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവരെ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ. ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചിരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ. അല്ലെങ്കിൽ ഞാൻ അത് ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാവുന്ന വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്ന് അറിയാം. എൻ്റെ വക്കീലൻ എനിക്ക് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങൾ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിനോട് ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാവുന്ന ഞാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ഞാൻ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ, ചെറിയ അലിഗേഷൻ അല്ല, ദിയാസന MDMA അടിച്ചെന്ന് കാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കില്ല. അവളുള്ള സത്യം തെളിയിക്കും വീണ്ടും നീ നാളും. പിന്നെ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇല്ലെന്നും പറഞ്ഞ് പറയുന്നത്, നമ്മൾ കൊടുക്കാത്തൊരു കാര്യം ഒരിക്കലും യൂട്യൂബേഴ്സ് ഇടത്തില്ല. അവർ പബ്ലിക്കലി പറയുന്ന കാര്യം തന്നെയാണ് ഇടുന്നത്. 99% ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത്. 1% ഉള്ളത് ഞങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ റസൂൽ കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു യൂട്യൂബർ ഉണ്ട് അങ്ങനെ റസൂൽ കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് അയാൾ ഒരിക്കൽ പോലും കുറ്റം പറയാതെ ബാക്കിയുള്ളവരുടെ നേരത്തെ കുറ്റം ചാരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് സജിനോട് കൂടി പറയാനുള്ളതാണ്. കാരണം ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞുമായിട്ടൊരു
കണക്ഷൻ ഞാൻ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, നിങ്ങൾക്ക് കേസ് കണ്ടോന്നില്ല. പക്ഷേ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. ഇനിയിപ്പം എന്നെ കള്ളക്കേസ് കുടിക്കാനും എനിക്ക് കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിനെ വെച്ച് കളിക്കരുത്, അത് വളരെ തെറ്റാണ്. കാരണം ഇനി അവൻ എൻ്റെ കൂടെ എന്നാൽ നല്ല ഫ്യൂച്ചർ അവനുണ്ടാവും. പ്ലീസ്, അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, കുഞ്ഞിനെ വെച്ച് കളിക്കരുത്. ഇവിടെ ഫിറോസ് ഖാൻ ഒരു ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് സജന ലഹരിക്ക് അടിമയാണെന്നും MDMA ഇല്ലാതെ സജനയ്ക്ക് പറ്റില്ല എന്നുമാണ് ആ ഒരു ഓഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. ഞാൻ എന്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്ത് കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവൾ അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, എന്നിട്ട് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി കിട്ടുമെന്ന് ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവൾ പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാൽ പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നത് അവള് വൃത്തിയായിട്ടാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാൻ കയറ്റി വിട്ട എന്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പൊ അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ചെക്കൻ്റെ ഇപ്പൊ ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവന്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവളെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിന്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ ആൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. ആ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ്, അത് തന്നെ ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അവനെ വിളിക്കും. സജന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നു സജന? അവളുടെ കൂടെയാണ് ഫിറോസ് വീഡിയോ ഇട്ടേക്കണം. ഇവരൊക്കെ മൂപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവള് ഇവിടെ ഇരുന്നു എനിക്കേടാ നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കിട്ടാ ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടേടാ, ഫിറോസിനാണ് എനിക്ക് പറയണോടാ. കാരണം ഇവള് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജനക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞിട്ട കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ശരി മോളെ എന്നും പറഞ്ഞിട്ടാ വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെ ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഒരു ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കുന്ന ഇയാൾ എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചത് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇയാള് എന്താണ് എന്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ വേറൊരു കുട്ടിയുണ്ട്. അപ്പം അവൾ നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും എന്താ പറയുക അനുകരിക്കുന്ന ആൾക്കാരല്ല. ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളും അല്ല. അത് അപ്പം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ കേട്ട വിളക്കാം, എനിക്കിപ്പോ പോകണം, എനിക്ക് ഞാനും വേണ്ടി എന്നെ കൊണ്ട് എനിക്ക് സുഹൃത്തിനെ കാണുന്നു. ഇവള് ബഹളം വെച്ചിട്ട് അപ്പൊ അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂല, എന്നെ ഒഴിവാക്ക്, സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് എന്താ, അവൾ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെ ഞങ്ങൾ. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവർ രണ്ടൊരു റൂമിലാണ്. ഇവര് ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന ഇപ്പൊ നോക്കിയല്ലോ, എന്റെ ഇക്ക വിളിച്ചില്ല, എന്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇവർക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നും നല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവള് വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സജന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിന്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണം തോന്നുന്നത്. കാരണം ഇവളെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചത്. ഇവളെ ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഈ 2 മക്കളെയുമായിട്ട് അവൾ ഷാലുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോട്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ ചിന്ത പറ്റി, എടാ ഷാലുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എന്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൂടെ വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെ മാറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എന്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നു, 2 ദിവസം നിന്നു പോന്നു.
ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അന്നത്തെ നന്ദിയില്ലാത്ത വർത്താനം എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേ ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു. കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരി പറയില്ല. കൂടെ നിന്ന് ചതിക്കാൻ. നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ എന്താണ് കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയടി അത് എന്റെ കൈ തട്ടി കോള് പോയതാണ് അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എല്ലാം തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുക. അയ്യോ എന്റെ ദൈവം, ഞാൻ എന്റെ ലൈഫിലൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഇറങ്ങി പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറയട്ടെ, ഈ നെഗറ്റിവിറ്റി അത് ഇതെല്ലാം ചെയ്ത് വെച്ച് പവിത്രയായ സജന വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആണിന്റെ കൂടെയാണ്, അവൾ ഈ ആണിന്റെ കൂടെയാണ്, അവൾ മറ്റാളിന്റെ കൂടെ. എന്തിനാ പറയണേ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അവൾ അയാളിൽ ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണം സജനയില്ലേ? ഞാൻ എന്റെ പൊന്നെ, ഞാൻ ഇട്ടുകാരുണ്ട്. ഞാനല്ല ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. വലിക്കണം, വലിച്ചു കയറ്റണതും, കിറിങ്ങി നടക്കണതും, പാട്ട് പാടണതും, ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും. എന്നിട്ട് അവൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടാൻ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മളൊന്ന് ആലോചിച്ച് ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അവളിരുന്ന മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ, അവരൊക്കെ എറിഞ്ഞിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്ത് നിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും ഇവര്. പിന്നെ കൂടുതൽ ഉപദേശിച്ച് റിസൾട്ട് കുട്ടീനെ കേട്ടോ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റിസൾട്ട് കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറി ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തായോണ്ട് എടുക്കാൻ പറ്റാണ്ട് എന്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. അന്നും ഈ പറഞ്ഞ പോലെ എന്റെ ഏതോ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തായോണ്ട് എടുക്കണോ, കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവൾ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവൾ കടം വാങ്ങിക്കുന്നത്. അയ്യോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടും. കേൾക്കുമ്പോൾ തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണിത്. ശരിക്കും സജന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, അതോ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പകപോക്കലാണോ എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ഇതിനിടയിൽ ദിയാസനയുടെ പേരും വരുന്നുണ്ട്. അതായത് തനിക്ക് MDMA തന്നു എന്ന് സജന ഇവിടെ പറഞ്ഞപ്പോൾ ദിയാസന ഭയങ്കരമായിട്ട് തന്നെ അത് റിയാക്ട് ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നു. കാരണം എന്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്ത്രമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിന്റെ ഒരു ആവശ്യത്തിന്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിനോട് ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകാനെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജനയുടെ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്ന് 4-5 പേരുണ്ടായിരുന്നു ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറഞ്ഞിട്ട് അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല അതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDMA ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെന്റ് നടന്നതാ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എന്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇല്ല ആ സമയത്ത് ഞാൻ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനമാണ്. ഇല്ല ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. തിരിച്ച് ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ പോകും. കാരണം ഹോട്ടൽ റൂമിന്, കാരണം എനിക്ക് ഒരു പൈസ തരുന്നുണ്ട് ഹോട്ടൽ റൂമിന് പകരം എനിക്ക് റൂമിന്. പിന്നെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ബൊട്ടിക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂം നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. അങ്ങനെ അവർ അതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്ന സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എന്നോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ്റെ അടുത്ത് പറയുന്നത് സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നത് നീരാണെന്ന് കുറച്ച് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയാ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തും ചെവി വെച്ചു ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിന് മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ട് ആവത്തില്ലേ. അല്ല അതിനുശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്.
എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഇതാണ് സജന കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും ഇത് കേട്ട ഉടനെ ദിയ മിണ്ടാതിരുന്നില്ല. ദിയ പറയുന്നത് ഇത് തന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നാണ്. ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റ് ആയ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തമ്മയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പൊ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ച് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇന്നലെ തന്നെ വീഡിയോ ഇട്ടതിന്റെ പുറകിൽ തന്നെ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ഉപയോഗിച്ചുകൊണ്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടും ഒക്കെ ഉള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കുറെ അധികം കാര്യങ്ങൾ ഇനി പറയും. അതെല്ലാം ഉൾക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. ഈ തംബ്നെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്റെ ഈ ഫാമിലി എന്റെയും കുടുംബത്തിനൊക്കെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പേര് ഉപയോഗിച്ച് അവർ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു പോസ്റ്റർ പോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഏതോ ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജന നൂർ ദിയാസന MDMA കൊടുത്തു, വോയിസ് ക്ലിപ്പ് പുറത്തുനിന്നൊക്കെ, വോയിസ് ക്ലിപ്പ് വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ആയില്ലേ. ഇനിയിപ്പോ എന്തായാലും നമ്മളെയൊക്കെ എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എല്ലാം കൊണ്ട് ഞാൻ നശിച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നശിച്ചോ എന്ന മട്ടിലെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ എന്നെയും അവരുടെ ചുറ്റുപറ്റും നിന്നിരുന്ന സുഹൃത്തുക്കളെയും വെച്ച് അവള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. എന്തായാലും ഞങ്ങളുടെ പേര് വന്നല്ലോ, ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. വലിയ ഒരു ചാനൽ കിട്ടട്ടെ, നല്ല മില്യൺ ഓഫ് വ്യൂവേഴ്സ് കിട്ടട്ടെ. അങ്ങനെയുള്ള ചാനലിനെ തപ്പിയിട്ട് വേണം എന്തായാലും കൊടുക്കാൻ, അപ്പോഴല്ലേ അത് റീച്ച് ആകത്തുള്ളൂ. അപ്പം അത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ഇന്റർവ്യൂ കൊടുക്കും. അപ്പം എന്റെ കുറച്ച് തിരക്കുകൾ നിൽക്കുന്നത് കൊണ്ടിട്ടും കൂടിയാണ്. അപ്പം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് ഞാൻ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ കൂടെ നിൽക്കുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി നേരത്തെ കൂട്ടി അറിഞ്ഞു നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ വിശദമായിട്ട് പറയാം. എന്തായാലും ദിയ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പലരിലേക്ക് പടരുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ റസൂൽ പൂക്കുറ്റിയുടെ പേരും ഈ ഒരു വിഷയത്തിൽ വലിച്ചഴക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ കഥ പോലെ തന്നെയാണ് തോന്നുന്നത്. ആരോപണങ്ങൾ പലതും പറയുന്നവർ പറയുന്നു, പക്ഷേ വ്യക്തമായിട്ടുള്ള തെളിവുകൾ എവിടെ എന്നുള്ള ചോദ്യവും ബാക്കിയാണ്. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്നത് കൊണ്ട് ആർക്കാണ് എന്ത് ഗുണം അല്ലേ? ഒടുവിൽ സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല. കേൾക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്കത് കണ്ട് മനസ്സിലാകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും സജനയ്ക്കെതിരെയുള്ള ഈ ഒരു ആരോപണങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.